ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. പിള്ളേരുടെ ചിലപ്പ് താഴെ. ഒരു മിനിറ്റേ. പിന്നെന്താ, എല്ലാവരും കമൻസൊക്കെ ഇടണം കേട്ടോ. ഞാൻ ഇച്ചിരി ലേറ്റായാലും റിപ്ലൈ തരും കേട്ടോ. അപ്പം ഇന്നേ ഒരു പാട്ട് പാടണമെന്ന് തോന്നിയേ. ഒരു പാട്ട് പാടാം, ഒരു ചരണം. നിസ്തൂല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ, നിസ്തൂല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ, നിന്മകനാക്കുവാൻ തിന്മകൾ നീക്കുവാൻ വിൺമഹിമാവേടിഞ്ഞു. ഹല്ലേലൂയാ ആമേൻ, ഹല്ലേലൂയാ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങി ഞാനിന്നു മണ്ണിൽ, സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങി ഞാനിന്നു മണ്ണിൽ. ആമേയം മറിയം ആനന്ദമേറിയും വാഴുന്നു ഭീതിയന്യേ. ഹല്ലേലൂയാ ആമേൻ, ഹല്ലേലൂയാ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഇങ്ങനെയൊന്ന് തോന്നിയൊരു പാട്ട് പാടണമെന്ന് അതുകൊണ്ട് പാടിയതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. അപ്പോൾ ഇന്ന് രാവിലെ പൂരി ഉണ്ടാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഗ്രീൻ പീസും ആ വെള്ള വട്ടാണയും കൂടി ഇട്ട് കറി വെച്ചണേ ഞാൻ പറഞ്ഞില്ലേ. ഇച്ചിരി തിക്കായിട്ട് ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അത് പൂരി ഉണ്ടാക്കുമ്പം കഴിക്കാനാണ്. ദോശയ്ക്കന്ന് ഞാൻ ഇച്ചിരി കൂടെ ലൂസാക്കിയായിരുന്നല്ലോ. അപ്പം ഇത് പൂരിയൊക്കെ ആകുമ്പോൾ ഇവിടെ ഇവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് നല്ല കോമ്പിനേഷനായിരുന്നു കേട്ടോ. പൂരിക്ക് അന്ന് ദോശയ്ക്കും അവർക്ക് ഇഷ്ടമായി ആ കറി. അപ്പം മീനു പറഞ്ഞായിരുന്നു, ചേച്ചി ചപ്പാത്തിക്ക് ഞാനതൊന്ന് ട്രൈ ചെയ്തിട്ട് പറയാമെന്ന്. അപ്പോൾ ചപ്പാത്തിക്കും നല്ല ഇച്ചിരി തിക്കായിട്ട് എടുക്കുന്നുണ്ടേ, പൂരിക്കും നല്ല, ദോശയ്ക്കും അന്നുണ്ടാക്കിയുണ്ടേ അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ പൂരി ഉണ്ടാക്കി ചൂടോടെ ഓരോരുത്തർക്ക് എല്ലാവർക്കും അങ്ങ് ഉണ്ടാക്കി വെക്കുമല്ലോ. ഉണ്ടാക്കുന്നേ പൂരി നമുക്ക് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയാണോ, ചിലതിങ്ങനെ നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട്, ചിലത് ഞാൻ ആദ്യം അങ്ങ് രാവിലെ പൂരിക്കുള്ളത് അങ്ങ് കുഴച്ച് വെക്കും. എന്നിട്ട് ചായ ഇടും. അപ്പോഴത്തേക്കും ഇതിപ്പം ചായ ഇടുന്നതിന് മുമ്പിട്ട് പെട്ടെന്ന് കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് ഇടയ്ക്ക് പൊങ്ങിയില്ല. കുറച്ച് നേരം ഞാനൊരു 10 മിനിറ്റ് വെച്ചിട്ടെടുത്തുണ്ടേ അത് നന്നായിട്ട് പൊങ്ങി വന്നായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്ക് എല്ലാവർക്കും ഇന്ന് രാവിലെ നേരത്തെ പോകേണ്ടിവരായിരുന്നു. അതുകൊണ്ട് പോളിന് നേരത്തെ പ്രാക്ടിക്കലിന് പോകണമായിരുന്നു. ഇവനോട് ഉടനെ കഴിച്ചിട്ട് പോകാൻ അവന് പറ്റത്തില്ല. അവൻ അതേസമയം പോകുന്ന സമയത്ത് അങ്ങനെ നമ്മൾ പാലോ വല്ലതും കൊടുക്കുകയാണെങ്കിലും അവൻ പറയും വേണ്ട, പിന്നെ ഞാൻ വന്നിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത്തിരി നേരത്തെ അവനത് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും, ഡാഡിക്കും എല്ലാവർക്കും ഞാനിങ്ങനെ ചൂടോടെ എല്ലാവർക്കും അങ്ങ് ഉണ്ടാക്കുന്നേ അങ്ങ് പെട്ടെന്ന് അങ്ങ് പരത്തി അങ്ങ് ചപ്പാത്തിയുടെ കൂട്ട് നമുക്ക് ഒത്തിരി റൗണ്ട് അടിച്ച് നിൽക്കണ്ടല്ലേ. ഒരു ഷേപ്പില്ലേലും സാരമില്ല, അത് എണ്ണയിലിട്ട് പൊക്കി എടുക്കുമ്പം അത് റെഡിയാവും. അപ്പം ആവുന്നേ അങ്ങ് എല്ലാവർക്കും അങ്ങ് കൊടുത്തായിരുന്നു. പ്രൈസൻ ആദ്യം പറഞ്ഞു പൂരിയാണ് എനിക്ക് വേണ്ട, ടൊമാറ്റോ സോസ് കൂട്ടി മതിയെന്ന്. അപ്പം ഞാൻ
ഇതിങ്ങനെ ഒരു ഇച്ചിരി മുക്കി പായിൽ വെച്ച് കൊടുത്തണേ നല്ല ടേസ്റ്റാണ് താന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ ഇതുപോലെ, നല്ല അടിപൊളി. വെള്ളക്കടലയും വെള്ളം നമ്മുടെ ഈ ചനയുണ്ടല്ലേ, കാബൂളി ചനയെന്ന് പറയും ഇവിടെ, അതും നമ്മുടെ പൂരിക്കൊക്കെ നല്ല ഇതാണ്. പക്ഷേ ഗ്രീൻ പീസിന് ഭയങ്കര വിലയാണെന്നുള്ളതാണ്. മറ്റേ വെള്ളയ്ക്ക് അത്രയും വിലയില്ല, അതിന് ഇച്ചിരി കുറവായിരുന്നെന്ന് തോന്നുന്നു. പോൾ എന്നിട്ട് രാവിലെ പെട്ടെന്ന് പോണ്ടിയിട്ട് 2 എണ്ണയെ കഴിച്ചോളൂ. എൻ്റെ അടുത്ത് പറഞ്ഞു ഉച്ചയ്ക്ക്, എന്നിട്ട് 1 മണി ആകുമ്പോഴത്തേക്കിന് ഇങ്ങ് വരും. വന്നെണ്ണ അന്ന് 1:30 കഴിഞ്ഞു പറഞ്ഞ് എൻ്റേത് 2 എണ്ണം വെച്ചേരെ ഞാൻ ഉച്ചയ്ക്ക് വന്ന് കഴിച്ചോളാമെന്ന്. അവൻ ഇത്തിരി ആരാംസ മീൻസ് ഇത്തിരി ഫ്രീ ആയിട്ട് കഴിക്കണം. അവനില്ല പെട്ടെന്ന് കഴിച്ചിട്ട് പോകുമ്പോൾ അവനതിൻ്റെ ഒരു അവൻ ഇത്തിരി സ്വാദോടുകൂടി ടേസ്റ്റ് ചെയ്ത് വേണം കഴിക്കാൻ. രാവിലത്തെ ചില ദിവസങ്ങളത്തെ ഇവിടുത്തെ ഈ ബഹളം പെട്ടെന്ന് ചെയ്യേണ്ടി ഞാൻ ചിന്തിക്കുന്നത് ദൈവമേ 2 കൈ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഇപ്പോൾ 2 കൈ ഉണ്ടായപ്പോൾ നമ്മളിങ്ങനെ പറയും, മീൻസ് 2 കൂടെ ആകുമ്പം 4 കൈ. കാരണം ഈ 2 കൈ കൊണ്ട് ജോലി ചെയ്തിട്ട് അങ്ങോട്ട് പെട്ടെന്ന് തീരുന്നില്ല മനുഷ്യൻ്റെ അത്യാഗ്രഹമേ. ഞാൻ പറഞ്ഞില്ല, അന്ന് റീച്ചാനും രാവിലെ പോകണമായിരുന്നു. അതുകൊണ്ട് ഇവർക്കെല്ലാം കൊടുത്തിട്ട് ഞാനൊരു ചായ പോലും കുടിച്ചില്ല. കാരണം ഓരോരുത്തർക്ക് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റിൽ പ്രൈസമ്മോന് കൊടുത്താൽ മതിയായിരുന്നു. ഇവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് ഒതുങ്ങിയിട്ടാൽ ഞാൻ പിന്നെ എനിക്ക് ചായയും കൂടെ എടുത്തത്. തുണി ഇത്തിരി ഉണ്ട്, എല്ലാം ഇടാൻ പറ്റത്തില്ല, അതുകൊണ്ട് കുറച്ച് മാറ്റണം. എൻഗേജ്മെൻറ്റിന് പോയിട്ട് വന്ന് എല്ലാവരുടെയും തുണികളും എല്ലാം ഉണ്ട്, അതുകൊണ്ട് കുറേ തുണികളുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി. അപ്പം ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ച് ഇന്ന് ചീകിയതപ്പം കോഴിവാല് പോലായിട്ടുണ്ട്. തുണി വാഷിങ്ങിന് ഇട്ടിട്ട് പ്രൈസനെ ഇന്ന് കൊണ്ടുപോകാൻ കൊണ്ടുപോകേണ്ടി. ഇവർ റീച്ചാനും പോയി പോളും പോയല്ലേ. അപ്പം ഞാൻ ഈ പാത്രങ്ങളെല്ലാം ഇങ്ങനെ മേളി എടുത്ത് വെച്ചേക്കുന്നതിന് ഉദ്ദേശം എന്ന് പറയുന്നത്, ആ സിങ്കിൻ്റെ അകത്ത് ഒരു ഇച്ചിരി ആ ഹോളിൻ്റെ അവിടെ ഞാനിങ്ങനെ മാറ്റി വെച്ചേക്കുക. ഈ പൈപ്പ് ഉണ്ടല്ലേ, നമ്മൾ വാഷിങ്ങിൻ്റെ പൈപ്പ്, ചിലപ്പോൾ അത് ഊരിപ്പോവും. അപ്പം വെള്ളം ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് അങ്ങനെ അബദ്ധം പറ്റി. വെള്ളം തറയിൽ പോയില്ല, ഇവന്മാർ സൗണ്ട് കേട്ടതുകൊണ്ട് വന്ന് അത് ഊരിപ്പോയി. സിങ്ക് അങ്ങനെ പാത്രം അവിടെ അതിൻ്റെ ആ ഹോളിൻ്റെ അവിടെ അങ്ങനെ കിടക്കുവാണെങ്കിൽ വെള്ളം ഇങ്ങനെ തളം കെട്ടി കിടക്കും. പിന്നെ ഞാൻ പ്രൈസനെ വിട്ടിട്ട് വരുമ്പോഴത്തേന് പിന്നെ എനിക്ക് ഡബിൾ ജോലിയാവും. വെള്ളമെല്ലാം ഇങ്ങനെ ഓവർഫ്ലോ ആയാലും എന്നും പറഞ്ഞ് ഞാൻ പാത്രങ്ങളെല്ലാം മേളി വെച്ചിട്ട് ഒന്നും ചെയ്തില്ല. അവനെ കൊണ്ട് വിട്ടിട്ട് വന്നിട്ട് പാത്രങ്ങളെല്ലാം കഴുകാമെന്ന് വെച്ച്. അവനെ വിട്ടിട്ട് വന്നിട്ട് ഈ പാതാമ്പറമെല്ലാം ഞാനൊന്ന് ക്ലീനാക്കി കുടിക്കാനൊക്കെ വെള്ളം, പാത്രങ്ങളൊന്നും കഴുകിയില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഒരു ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് വെച്ച്, ചപ്പാത്തിക്ക് കഴിക്കാനായിട്ടേ. അപ്പം 2-3 സവാളയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ച്. പക്ഷേ ഇന്നുണ്ടാക്കിയ ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടി നല്ലൊരു പ്രത്യേക, കാരണം ഈ ഉള്ളിയൊക്കെ ഞാൻ സാധാരണ ഉള്ളിയും ഉരുളൻകിഴങ്ങോട് ഒരുമിച്ചൊന്ന് ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടിട്ടൊന്ന് സ്വല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് പകുതി വേവിച്ചെടുക്കും, കുപ്പി പറ്റിച്ചെടുക്കുകയെന്ന് പറയും. വേവിച്ചെടുത്തിട്ട് പിന്നെ ഓയിലൊഴിച്ച് മുളക് പൊടി ഇട്ടിട്ട് വറുത്തെടുക്കുക ചെയ്യുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെ ചെയ്തില്ല. ആദ്യം സവാള ഇങ്ങനെ 2-3 സവാള ചെറുതായതുകൊണ്ട് 2-3 എടുത്തിട്ട് ആ സവാളയെ ആദ്യം ഒന്ന് വഴട്ടി, എന്നിട്ടാണ് പിന്നെ ഞാൻ ഉരുളൻകിഴങ്ങ് ഇട്ടത്. ഉരുളൻകിഴങ്ങ് അങ്ങനെ ആ എണ്ണയ്ക്കകത്ത് ഇതിൻ്റെ അകത്ത് തന്നെ കിടന്ന് മുരിഞ്ഞ് വരുമായിരുന്നു. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ഇച്ചിരി കടുകൂടി ഇട്ട് പൊട്ടിച്ചിട്ട് ഈ സവാള ഇട്ടൊന്ന് വഴട്ടും. അപ്പോൾ നമ്മൾ ഈ ചോറ് പൊതിക്കൊക്കെ കഴിക്കാൻ ഈ മെഴുക്ക് പുരട്ടി നല്ലതായിരുന്നു. അതങ്ങ് ഫ്രൈ പോലായി അങ്ങ്. മറ്റേന്ന് പറയുന്നത് ഇച്ചിരി കുഴഞ്ഞൊരു വേറൊരു ടൈപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. അത് ചപ്പാത്തിക്ക് കൊള്ളാം, പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് ഇഷ്ടമായത്. അപ്പോൾ കാശ്മീരി മുളക് പൊടി എൻ്റെ തീർന്ന്, അല്ലാതെ ഇത്തിരി ഈ മിക്സ് എന്നും പറഞ്ഞുള്ളത് നാട്ടിൽ നിന്നാണ് കൊടുത്തുവിട്ടില്ലേ, അതാണ് ഇപ്പോൾ ഉള്ളത്. അതിനൊരു ഇച്ചിരി എരിവുണ്ട്. കാശ്മീരിക്ക് കളറുണ്ടെങ്കിലും എരിവ് അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ ഉപ്പ് ഇട്ടോണം ഇച്ചിരി ഉപ്പ് കൂടുതൽ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് മുകളിൽ നിന്ന് ഇച്ചിരി ഉപ്പിങ്ങെടുത്ത് മാറ്റി വേറെ എന്തെങ്കിലും കറിക്കകത്ത് ഇടാമെന്നും പറഞ്ഞു. ചില സമയത്ത് എനിക്ക് ഉപ്പ് ഇത്തിരി കൂടും. അപ്പം ഞാൻ ഉള്ളി ഇച്ചിരി വഴറ്റിയതിന് ശേഷം പിന്നെ ഈ ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് ആ വെള്ളമൊന്നും ഒഴിച്ചില്ല, ആ ചെറിയ തീയിൽ അതവിടെ അടച്ചിട്ട്, എന്നിട്ട് ആ ആവി കിടന്ന് ഉരുളൻകിഴങ്ങ് വെന്ത് മുരിഞ്ഞ് വന്നപ്പം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ ഉള്ളി അരിഞ്ഞുണ്ണേ കറിക്ക് കടുക് വറക്കാനായിട്ട് ഇച്ചിരി ഉള്ളി മാറ്റി വെച്ച്, അന്നേരമാണ് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയ പീസ് ഉള്ളി
അരിയാതെ ഇരുന്നത്. അപ്പോൾ അത് എടുത്തത് കൊണ്ട് അത് കടുക് വറക്കാനായിട്ട് അരിയാന്നും പറഞ്ഞ് ഇതിൻ്റെ അകത്തൊന്ന് കുറച്ചുകൂടി ഇതിൻ്റെ അകത്തിട്ട്. അപ്പോൾ ആ ചീനച്ചട്ടി ഒന്ന് അടിക്ക് ഇച്ചിരി പിടിക്കാനായിട്ട് തോന്നുന്നു. അപ്പോൾ ഈ ഒരു സ്പൂണിൽ 1 സ്പൂൺ വെള്ളം അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ചെറിയ തീരവിടെ കിടക്കട്ടെ. ഈ ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടിയും ചമ്മന്തിയും മുട്ടയും കൂടെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. പിന്നെ എനിക്ക് സമയമൊന്നും കിട്ടാഞ്ഞതുകൊണ്ട് ഞാൻ ചിന്തിച്ചു വേണ്ടാന്ന്. അപ്പോൾ ഇതിങ്ങനെ അടപ്പത്തിങ്ങനെ വെച്ചിട്ട് പിന്നെ പാത്രങ്ങളെല്ലാം കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പാത്രങ്ങളെല്ലാം ഞാൻ സോപ്പ് ഇട്ട് വെച്ച് അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ കറി വയ്ക്കാനൊന്നുമില്ല, ഇച്ചിരി തൈര് ഇരിപ്പുണ്ട്. ഞാൻ ചിന്തിച്ച് ഇന്നലെ വരെ തൈരുണ്ടായിരുന്നു, അപ്പോൾ ഇന്നൊരു ദാൾ കറി വെക്കാമെന്ന് വെച്ച്. തുവരപ്പരിപ്പിനും 160 രൂപ. അപ്പോൾ ഞാനവിടെ ഉണക്കമീൻ എടുത്തിട്ടുണ്ട് വറക്കാനായിട്ട്. അപ്പം കുറേ ദിവസം കൊണ്ട് പോള് പറയുന്നുണ്ട്, ഇന്നാളെ ഒരു ദിവസം ഞാൻ ഈ ബിരിയാണി അരിയുടെ കൂടെ റൈസിൻ്റെ കൂടെ ഇതുണ്ടാക്കിയുണ്ടെങ്കിൽ അവന്മാർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ എന്താ ചിന്തിച്ചു ഒന്ന് നോക്കിക്കൊണ്ട് തോരൻ വയ്ക്കാൻ കാബേജും അതും ഇരിപ്പുണ്ട്, പക്ഷേ അല്ലാതെ കറിക്കായിട്ടൊന്നുമില്ല. എന്നാൽ ഈ കറി അങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ ഇത്തിരി തുമര എടുത്തൊന്ന് കഴുകിയെടുക്കട്ടെ. കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഉള്ളതുകൊണ്ട് ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നു, അല്ലെങ്കിൽ ഇഞ്ചി അരിഞ്ഞ് ചേർക്കണേ. അരി ഇടണം. അരി ഇന്നലത്തെ ചോറ് ഇച്ചിട്ടുണ്ട്, അത് വെച്ച് വാർക്കാൻ വെച്ചിട്ടുണ്ട്. നാളെ കുക്കറി വെന്ത് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കടുക് വറക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ജീരകം ഇട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ വട്ടത്തിലരിഞ്ഞ് പിന്നെ ഉള്ളിയും കറിവേപ്പില എൻ്റെ ഇല്ലാതായി പിച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ നല്ലതാണ്. പിന്നെ മുളക് പൊടിയും കൂടി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ ഈ വെളുത്തുള്ളി ഉണ്ടല്ലേ, അതൊന്ന് മൂപ്പിച്ച് ഇങ്ങനെ ചേർക്കുന്ന ഉടനെ നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും. അപ്പോൾ ഞാൻ ഈ ഡാലിൻ്റെ അകത്ത് കുറച്ച് മല്ലിയില, പോളിന് മല്ലിയില ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മിക്കവാറും എൻ്റെ കാണത്തില്ല. ഈ മല്ലിയില കൊണ്ടുവരുമ്പോൾ ഞാൻ റീച്ചാനോട് പറയും മല്ലിയില വേണ്ടാന്ന്. പക്ഷേ ഇന്ന് ഡാൽ കറിക്കകത്ത് ചേർക്കാനായിട്ടത് പ്രയോജനമായി. ഗ്യാസ് ഓഫാക്കിയാൽ മൊബൈൽ ഓഫാക്കിയാൽ ചപ്പാത്തിക്ക് ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ ആ കറി ഉണ്ടായിരുന്നു, അത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും അത് നല്ലതായിരുന്നു. അപ്പോൾ ഉണക്കമീൻ ഉണ്ടായിരുന്നു. ഉണക്കമീൻ ഇവിടെ ഞാനും ഡാഡിയും മാത്രമേ കഴിക്കാറുള്ളൂ. ഡാഡിക്കും അത്ര മുള്ളിപ്പോൾ അത്ര ഇതില്ല. മീൻസ് മുള്ളങ്ങനെ അയലമീൻ കൊടുത്താലും ചിലപ്പോൾ മാറ്റി വെക്കുമെന്ന് ചോദിക്കുമ്പോൾ മുള്ള് നേരത്തെയൊക്കെ കഴിക്കുമായിരുന്നു. അപ്പം ഞാനിതിൻ്റെ 1-2 എണ്ണത്തിൻ്റെ വലിയതിൻ്റെ തല കളഞ്ഞില്ല. ആ തലയ്ക്കകത്തു നിന്നുള്ള അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതുകൂടി ഇട്ടിട്ടൊന്ന് വറുത്തിട്ടുണ്ട്. ഇപ്പം ദാൾ കറിയും ഉണക്കമീൻ ഫ്രൈ കൂടെ ഒക്കെ ഒരു കോമ്പിനേഷനാണ്.
തോരൻ ഇരിപ്പുണ്ട്, ബീൻസ് തോരനും ഇരിപ്പുണ്ട്, നേരത്തെ കാബേജ് തോരനും ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.